भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेव श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्तसारस्वती नामिने श्रीवार्षभानवी देवी दयिताय कृपाब्दये कृष्णसम्बन्धविज्ञानदायिने प्रभवे नमः। माधुर्योज्ज्वलप्रेमाढ्या रूपानुगभक्तिदा श्रीगौरकरुणशक्तिविग्रहाय नमोऽस्तुते। नमो नमस्ते गौरवाणी श्रीमूर्तये दीनतारिणे रूपानुगविरुद्धा वसिद्धान्तद्वान्दहारिणे। नमो गौरकिशोराय साक्षाद्वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजाय ते नमः। नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवराय ते गौराविर्भावभूमिस्त्वं निर्दिष्टसज्जनप्रिय वैष्णवसार्वभौम श्रीजगन्नाथाय ते नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्णा कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീമദ് ഭാഗവതം കാൻറ്റോ 1 പ്രഥമസ്കന്ധം അധ്യായം 2 ആണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 11-ാമത്തെ ശ്ലോകം പഠിച്ചു. ഇനി 12-ാമത്തെ ശ്ലോകം നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. തച്ഛ്രദ്ദധാന മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്തി ആത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതാ ഗൃഹീതയാ. തച്ഛ്രദ്ദധാന മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതാ ഗൃഹീതയാ. തച്ഛ്രദ്ദധാന മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതാ ഗൃഹീതയാ. യെസ്, ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ആരെങ്കിലും? ഹരേ കൃഷ്ണ. തശ്ചൃത്തദാനമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. തജ്ജന്താനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്താ ശ്രുതാ ഗൃഹീതയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ.
തശ്രദ്ധാനാദന മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്തി ആത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതാഗൃഹീതയാ. യെസ്, ഇനിയുണ്ടോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ശ്രദ്ധദാനാ മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ട്രാൻസ്ലേഷൻ വിവർത്തനം വായിക്കുക ആരെങ്കിലും? മലയാളമോ ഇംഗ്ലീഷോ ഏതാണെങ്കിലും പുസ്തകമുള്ളവർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ജ്ഞാനത്താലും വൈരാഗ്യത്താലും പൂർണ്ണസജ്ജമായ ഗൗരവ ജിജ്ഞാസുവായ വിദ്യാർത്ഥി വേദാന്ത സ്തുതിയിലൂടെ അയാൾ ശ്രമിച്ചതെന്തോ അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയുക്ത സേവന സമർപ്പണത്തിലൂടെ ആ നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, Srila Prabhupada translation purportum. Srila Prabhupada ki jai. The seriously inquisitive student or sage, well equipped with knowledge and detachment, realizes that absolute truth by rendering devotional service in terms of what he has heard from the Vedanta Shruti. അതായത് സീരിയസ് ആയിട്ടുള്ള ഇൻക്വിസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധദാന. ഇവിടെ ശ്രദ്ധദാന എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധദാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്വിസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, അതായത് പഠിക്കാനുള്ള ആഗ്രഹം, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അത് അങ്ങനെയുള്ള സബ്ജക്റ്റിൽ താല്പര്യമുള്ളവർ, വളരെ സീരിയസ് ആയി ശ്രദ്ധ വളരെ ശ്രദ്ധയോടുകൂടി സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ സേജ്, അല്ലെങ്കിൽ അതായത് മുനയ, വെൽ എക്യുപ്ഡ് വിത്ത് നോളജ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർ അറിവും അവർക്ക് വേണ്ട ജ്ഞാനവും അതേപോലെ തന്നെ വൈരാഗ്യവും ഉണ്ടാവും. അങ്ങനെയുള്ളവർ റിയലൈസസ് ദാറ്റ് ആബ്സല്യൂട്ട് ട്രൂത്ത് ബൈ റെൻഡറിങ് ഡിവോഷണൽ സർവീസ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഹി ഹാസ് ഹേർഡ് ഫ്രം വേദാന്ത ശ്രുതി. സോ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് പരമസത്യത്തെ മനസ്സിലാക്കുന്നത്? ആക്ച്വലി അപ്പോൾ സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ മുനിമാർ, സേജസ് ഇവിടെ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് അറിവ് കിട്ടുന്നതും ഡിറ്റാച്ച്മെൻറ്റും വരുന്നതും കൂട്ടത്തിൽ പരമസത്യത്തെ അവർ മനസ്സിലാക്കുന്നതും എങ്ങനെയാണ്? അവർ മനസ്സിലാക്കുന്നത് ഭക്തിയുത സേവനങ്ങളിലൂടെയാണ്. ഭക്തിയുത സേവനങ്ങളാണ് ആക്ച്വലി പരമസത്യത്തെ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരേ ഒരു കാര്യം. ഇതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്, വേദാന്തങ്ങളിൽ പറയുന്നത്, വേദാന്ത ശ്രുതിയിൽ പറയുന്നത് ഇതാണ്. അപ്പോൾ ഭക്തിയുത സേവനമാണ് മാർഗം. അതാണ് ഡിവോഷണൽ സർവീസിൻ്റെ പ്രത്യേകത. ഡിവോഷണൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലക്ഷ്യവും ഭക്തി തന്നെയാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്ന പ്രോസസ്സും ഭക്തിയാണ്. അതായത് സാധന, സാധ്യ എന്ന് പറയും. സാധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ, നമ്മുടെ ലക്ഷ്യം. സാധന എന്ന് പറഞ്ഞാൽ ഗോളിലേക്ക് എത്താനുള്ള മാർഗം, അതിനെ സാധന എന്ന് പറയുന്നു. അതെ, അപ്പോൾ സാധനയും സാധ്യയും ഈ ഒരു കേസിൽ ഭക്തിയുടെ കാര്യത്തിൽ ഒന്നാണ്. കാര്യം നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഭക്തിയുത സേവനങ്ങൾ, പക്ഷേ ഡിവോഷണൽ സർവീസാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ പ്യൂരിറ്റി ലെവൽ വ്യത്യാസമുണ്ടാവും, എന്നാൽ ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണ്. അങ്ങനെ പ്യൂരിഫൈ ആയി എന്ത് സംഭവിക്കുന്നു? ഗോൾ എന്താണ്? ഗോളും കൃഷ്ണപ്രേമമാണ്. കൃഷ്ണപ്രേമം ബേസിക്കലി, അല്ലെങ്കിൽ ശുദ്ധഭക്തി എന്ന് പറയുന്നത് ബേസിക്കലി ഇത് തന്നെ, ഭക്തിയുത സേവനം തന്നെയാണ്. അവിടെ പോയാലും, നമ്മൾ ഗോലോക വൃന്ദാവനത്തിൽ പോയാലും വെറുതെ ഇരിക്കുന്നില്ല, അവിടെ ഭഗവാനെ സേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗോളാണെങ്കിലും അതിനുള്ള മാർഗമാണെങ്കിലും അതാണ് സാധ്യ, സാധന രണ്ടും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, പരമസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷൻ, അതാണ് ഇവിടെ ആബ്സൊല്യൂട്ട് ട്രൂത്ത് എന്ന് ഉദ്ദേശിക്കുന്ന പരമസത്യം എന്ന് മലയാളത്തിൽ അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിരപേക്ഷ സത്യം എന്ന് പറയും. രണ്ടും ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഭഗവാനെയാണ്, അല്ലെങ്കിൽ ആ പരമദിവ്യോത്തമ പുരുഷനെയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഭക്തിയുത സേവനങ്ങളിലൂടെയാണ്. ഇതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ശില പ്രഭുവിൻ്റെ പർപ്പോട്ടിൽ എന്ന് പറയും നോക്കാം.
The absolute truth is realized in full by the process of devotional service to the Lord, Vasudeva, or the personality of the Godhead, who is full-fledged absolute truth. സോ ഈ പരമസത്യത്തെ മനസ്സിലാക്കുന്നത്, ഇവിടെ വീണ്ടും പറയുന്നു ശീലപ്രഭാത് ഒന്നുകൂടെ ക്ലാരിറ്റിയോടുകൂടി റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? പ്രോസസ് ഓഫ് ഡിവോഷൻ സർവീസ്. സോ ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ ഏത് കോളേജിൽ പോയി പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് കോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ PhD പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഇതിൽ ഭക്തിയുത സേവനങ്ങളാണ് ഇതിൻ്റെ മാർഗം, മനസ്സിലാക്കാനുള്ള ഒരേ ഒരു മാർഗം. ബ്രഹ്മൻ ഈസ് ഹിസ് ട്രാൻസെൻഡൽ ബോഡി എഫൾജൻസ് ആൻഡ് പരമാത്മ ഈസ് ഹിസ് പാർഷ്യൽ റെപ്രസെൻറ്റേഷൻ. ആസ് സച്ച് ബ്രഹ്മൻ ഓർ പരമാത്മ റിയലൈസേഷൻ ഓഫ് ദ അബ്സല്യൂട്ട് ട്രൂത്ത് ഇസ് ബട്ട് എ പാർഷ്യൽ റിയലൈസേഷൻ. നമ്മളിത് ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ആ ജ്യോതിയാണ് പറയുന്നത്, ബ്രഹ്മജ്യോതി. പരമാത്മ എന്ന് പറഞ്ഞാലും നമുക്കറിയാം പരമാത്മാവായിട്ട് ഭഗവാൻ ഓരോ ചരാചരങ്ങളിലുമുള്ളത്. ഇപ്പോൾ ബ്രഹ്മനാണെങ്കിലും പരമാത്മ റിയലൈസേഷൻ, ബ്രഹ്മൻ റിയലൈസേഷൻ അല്ലെങ്കിൽ ബ്രഹ്മത്തെ തിരിച്ചറിയുന്നതോ പരമാത്മാവിനെ തിരിച്ചറിയുന്നതോ, അതായത് പരമസത്യം എന്ന് പറയുന്നത് ബ്രഹ്മനാണ്, പരമസത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിരപേക്ഷ സത്യം എന്ന് പറയുന്നത് ബ്രഹ്മനാണ്, നിരപേക്ഷ സത്യം എന്ന് പറയുന്നത് പരമാത്മാവാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ബ്രഹ്മവാദികൾ, പരമാത്മവാദികൾ. എന്നാൽ ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് പാർഷ്യലാണെന്ന് പറയുന്നു ശീലപ്രഭാത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റിയലൈസേഷനാണ്. ആക്ച്വലി ദേ ആർ ഓൺ ദ റൈറ്റ് പാത്ത് കറക്റ്റാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് ആണ്, പൂർണ്ണമായിട്ടും അവർക്ക് അറിയില്ല. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ശ്ലോകത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനും അല്ലാതെ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പോൾ കംപ്ലീറ്റ് റിയലൈസേഷൻ എപ്പോഴാണ് വരുന്നത്? ഭഗവാൻ റിയലൈസേഷൻ എന്ന് പറയുന്നതാണ്. അതായത് കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നു. ഭഗവാന് രൂപമുണ്ട്, ധാമുണ്ട്, നമ്മൾ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സേവകരാണ്, നമ്മൾ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അത് പാർഷ്യലല്ല, അത് ഫുൾ റിയലൈസേഷനാണ്. അത് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്ന റിയലൈസേഷൻ അതാണ്. ഓക്കെ, സോ ദർ ആർ 4 ടൈപ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇവിടെ പറയുന്നു കർമ്മീസ്, ജ്ഞാനീസ്, യോഗീസ് ആൻഡ് ഡിവോട്ടീസ്. 4 തരത്തിലുള്ള ആളുകളുണ്ട്. കർമ്മികൾ, ജ്ഞാനികൾ, യോഗികൾ, ഭക്തർ. ദ കർമ്മീസ് ആർ മെറ്റീരിയലിസ്റ്റിക്. കർമ്മികൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭൗതികവാദികളെയാണ് കർമ്മികൾ എന്ന് വിളിക്കുന്നത്. കാര്യം അവരുടെ ജീവിതത്തിൽ വേറെ ഒന്നും ലക്ഷ്യമില്ല. കർമ്മം ചെയ്യുക, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ, പൈസ ഉണ്ടാക്കാവട്ടെ, വേറെ എന്തുവാണെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വരൂപിക്കുക, എൻജോയ് ചെയ്യുക, വേറെ ഒന്നും അവർക്ക് ചിന്തയില്ല. അങ്ങനെയുള്ളവരാണ് കർമ്മികൾ. വേർ ആസ് അതർ 3 ആർ ട്രാൻസെൻഡൻ്റൽ. അതാണ്. ഇപ്പോൾ കർമ്മി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇന്ദ്രിയ സുഖഭോഗം മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിൽ. ജ്ഞാനിയും യോഗിയും ഭക്തരും, ഇത് 3 പേരും അതീന്ദ്രിയ തലത്തിൽ വരുന്നവരാണ്. കർമ്മി വരുന്നില്ല, കർമ്മി കംപ്ലീറ്റ്ലി ഭൗതികവാദികളാണ്. ഓക്കെ, ജ്ഞാനികൾ എന്തുകൊണ്ടാണ്? കാര്യം ജ്ഞാനം മെറ്റീരിയൽ നോളജിനെ കുറിച്ചുള്ളവരെ അല്ല ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനി എന്ന് പറയുന്നത് ആധ്യാത്മികതയിൽ അതിനെക്കുറിച്ച് അറിയാനും തിരിച്ചറിയാനും അല്ലെങ്കിൽ പഠിക്കുവാനും അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവരും ആയിട്ടുള്ളവരാണ് ജ്ഞാനികൾ. യോഗികളാണെങ്കിൽ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ബേസിക്കലി ബ്രഹ്മവാദികൾ വരുന്നത് ജ്ഞാനി എന്ന് പറയുന്ന കാറ്റഗറിയിലും യോഗികൾ വരുന്നത് പരമാത്മ കാറ്റഗറിയിലും ഭക്തർ വരുന്നത് ഭഗവാൻ റിയലൈസേഷനിലും. അപ്പോൾ ഇതാണ് 3. അതാണ് ശീലപ്രഭാത് പറയുന്നത് ഇവിടെ. അവസാനം പറയുന്ന 3 ആദ്യത്തെ മാത്രം ഭൗതികവാദികൾ, ബാക്കിയുള്ള 3 അതീന്ദ്രിയ തലത്തിലുള്ളവരാണ് എന്ന്. ദ ഫസ്റ്റ് ക്ലാസ് ട്രാൻസെൻഡൻ്റലിസ്റ്റ് ആർ ദ ഡിവോട്ടീസ് ഹു ഹാവ് റിയലൈസ്ഡ് ദ സുപ്രീം പേഴ്സൺ. അപ്പോൾ അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ആർക്കാണ്? ഭക്തർക്ക്. കാരണം അവർ ഭഗവാൻ റിയലൈസേഷൻ അവർക്ക് ഉള്ളവരാണ്, അല്ലേ? കംപ്ലീറ്റ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരാണ്. സെക്കൻഡ് ക്ലാസ് ട്രാൻസെൻഡൻ്റലിസ്റ്റ് ആർ ദോസ് ഹു ആർ പാർഷ്യലി റിയലൈസ് ദ പ്ലെനറി പോർഷൻ ഓഫ് ദ അബ്സല്യൂട്ട് പേഴ്സൺ. അതാണ് പരമാത്മാവാദികൾ. 3. തേർഡ് ക്ലാസ് ട്രാൻസെൻഡൻ്റലിസ്റ്റ് ആർ ദോസ് ഹു ഹാവ് barely realize the spiritual focus of the absolute person. So basically തേർഡ് ക്ലാസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ജ്ഞാനികൾ. ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അവർക്ക് സ്പിരിച്വൽ ഫോക്കസ് ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ് റിയലൈസേഷൻ അല്ല. കാരണം അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭഗവാന് രൂപമില്ല എന്നുള്ള ധാരണയിലാണ് അവരിയ്ക്കുന്നത്. പക്ഷേ അവർ ആ പരമസത്യത്തെ മനസ്സിലാക്കുവാൻ നോക്കുന്നുണ്ട്. അവർ അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്.
അവർ അഭക്തരല്ല, കർമ്മികളല്ല. അവരെ കംപ്ലീറ്റ്ലി നമുക്ക് മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല. അത് അറിവ് ഇൻകംപ്ലീറ്റ് ആണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ആസ് സ്റ്റേറ്റഡ് ഇൻ ഭഗവത് ഗീത and other Vedic literatures, the Supreme Person is realized by devotional service, which is backed by full knowledge and detachment from material association. So ഭഗവത് ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, ഭക്ത്യാ മാം അഭിജാനാതി. ഭഗവാൻ പറയുന്നു, ഭക്തിയുടെ സേവനങ്ങളോടെ മാത്രമേ എന്നെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകമാണ്, ഭക്ത്യാ മാം അഭിജാനാതി. സോ നോക്കൂ, ഞാൻ ഇന്ന് കാലത്ത് പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം. ശീല പ്രഭുപാദ് ഇവിടെ എഴുതുമ്പോൾ ഭാവാർത്ഥത്തിൽ ഇതേപോലെ പല സ്ഥലങ്ങളിലും എഴുതും. നോക്കൂ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഭഗവത്ഗീത ആൻഡ് വേദിക് ലിറ്ററേച്ചേഴ്സ് പറയുന്നു, സുപ്രീം പേഴ്സണൽ ഈസ് റിയലൈസ്ഡ് ബൈ ഡിവോഷണൽ സർവീസ് വിച്ച് ഈസ് ബാക്ഡ് ബൈ ഫുൾ നോളജ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് ഫ്രം മെറ്റീരിയൽ. സോ സുപ്രീം പേഴ്സൺ ഈസ് റിയലൈസ്ഡ് ബൈ ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണുമ്പോൾ ഉടനെ നമുക്ക് ഓർമ്മ വരണം, ഭഗവത്ഗീത പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ശ്ലോകം അറിയുന്നുണ്ടെങ്കിൽ, യെസ്, ഈ ശ്ലോകം ഏത് ശ്ലോകമാണ്? ഭക്തി അഭിജാനാതി. ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സോ പ്രഭുപാദ ഇവിടെ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്നുള്ളത്. സോ മേ ബി ചില സമയങ്ങളിൽ അദ്ദേഹം ബ്രാക്കറ്റിൽ ശ്ലോകം പറയും, ചില സമയത്ത് പറയില്ല. സോ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കൂടുതൽ കേൾക്കുമ്പോൾ, കൂടുതൽ പഠിക്കുമ്പോൾ, അല്ലാതെ വേറെ മാർഗമില്ല. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്, അല്ലേ? സോ ഇത് ടാപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഭുപാദിൻ്റെ കോട്ടുകളും എക്സാമ്പിൾസും അനോളജീസും, അതേപോലെ തന്നെ അദ്ദേഹം ഈ ഒരു പർപ്പോട്ട്സിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള ക്രക്സ് എന്താണ് പ്രഭുപാദ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം അസ് എന്നുള്ളതും മനസ്സിലാക്കണം. ടേക്ക് ഹോം പോയിന്റ്സ് നമ്മുടെ കയ്യിൽ വേണം. അതാണ്. സോ ബേസിക്കലി ഏത് പർപ്പോട്ട് എടുത്താലും, ഏത് ശ്ലോകം എടുത്താലും ടേക്ക് ഹോം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രീല പ്രഭുപാദ് എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത് നമ്മളെ എല്ലാവരെയും ശുദ്ധഭക്തരാക്കുക എന്നുള്ളതാണ് പ്രഭുപാദിൻ്റെ ഒരേ ഒരു ആഗ്രഹം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെ മോൾഡ് ചെയ്യും. അപ്പോൾ ഡിവോഷണൽ സർവീസിൻ്റെ ഗ്ലോറീസും നാമത്തിൻ്റെ ഗ്ലോറീസും ഇതെല്ലാം എല്ലാ ശ്ലോകങ്ങളിലും കാണാം. ഭക്തിയുടെ ഗ്ലോറീസ് നമുക്ക് കേൾക്കാം, എപ്പോഴും കേൾക്കാം, അല്ലെങ്കിൽ എപ്പോഴും കാണുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി അതാണ് എല്ലാം. നമ്മളിതെല്ലാം പഠിക്കുന്നത് ബേസിക്കലി എല്ലാവരും ശുദ്ധഭക്തരാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. സോ അതാണ് ലക്ഷ്യം. പക്ഷേ ലക്ഷ്യം അതാണ്. അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് റിപ്പീറ്റഡ്ലി പറയുന്നത് ശ്ലോകങ്ങളിലായിട്ടും ഭാവാർത്ഥങ്ങളിലൊക്കെ. ഓക്കെ, ഇവിടെ പറയുന്നു, സുപ്രീം പേഴ്സൺ റിയലൈസ്ഡ് ബൈ ഡിവോഷണൽ സർവീസ് വിച്ച് ഈസ് ബാക്ഡ് ബൈ ഫുൾ നോളജ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. സോ അതിൽ ഭഗവാനെക്കുറിച്ചുള്ള അറിവും വരുന്നു, ഭൗതിക കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റും വരുന്നു. അതും അതിൻ്റെ ഭാഗമാണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ പോയിന്റ് ദാറ്റ് ഡിവോഷണൽ സർവീസ് ഈസ് ഫോളോഡ് ബൈ നോളജ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം മെറ്റീരിയൽ അസോസിയേഷൻ. ഇത് ഏതാ ശ്ലോകം? നമ്മൾ കുറച്ച് ശ്ലോകം മുമ്പ് വായിച്ച ശ്ലോകമാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ തന്നെ ഹാൻഡ് റേസ് ചെയ്തിരിക്കണോ? അത് ഓട്ടോമാറ്റിക്കലി ആയതാണ്. ഓക്കെ, ആരെങ്കിലും ഓർമ്മയുണ്ടോ? 3-4 ശ്ലോകങ്ങൾ മുമ്പ് നോക്കൂ, തിരിക്കൂ, മുന്നോട്ട് പോകൂ. ഞാൻ പറയാം ഉദാഹരണം. നമ്മുടെ ഈ ശ്ലോകം പഠിച്ചത് ഓർമ്മയുണ്ടോ? സവൈ പുംസ പരോധർമ്മ. ഹരിബോൽ. ഓർമ്മയുണ്ടോ? ആ ശ്ലോകം കഴിഞ്ഞിട്ടുള്ള ശ്ലോകം ഒന്ന് വായിക്കൂ. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത. എന്താ പറയുന്നത് അവിടെ 7ാമത്തെ ശ്ലോകത്തിൽ? വായിക്കൂ. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യഥഹൈതുകം. എന്താ അതിന്റെ അർത്ഥം എഴുതിയിട്ടുള്ളത് അവിടെ? പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ അഹൈതുക ജ്ഞാനവും വൈരാഗ്യവും തൽക്ഷണം ഒരാൾ ആർജിക്കുന്നു. നമ്മളിപ്പോൾ പർപ്പോട്ടിൽ വായിച്ചത് എന്താണ്? അതാണോ വായിച്ചേ? അതെ. അപ്പോൾ 4 ശ്ലോകം മുമ്പുള്ള ശ്ലോകം പഠിക്കാനുള്ളതാണ് പ്രഭു. 4 ശ്ലോകം പഠിക്കാനുള്ള ശ്ലോകമാണ്. ഭക്തി വൈഭവിൽ പഠിക്കാനുള്ള ശ്ലോകമാണിത്. അപ്പോൾ നമുക്ക് പഠിക്കാവുന്ന നല്ല ശ്ലോകമാണ് ആ 2 ശ്ലോകങ്ങളും, സവൈപുംസ ഇതും. സോ
4 ശ്ലോകം മുമ്പ് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഹരേ കൃഷ്ണ. ഓക്കെ, സോ ഇവിടെ ശീല പ്രഭുപാദ് പറയുന്നു, കഴിഞ്ഞു. അതാണ് പറയുന്നത്, വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ ഫുൾ നോളജ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് അല്ലേ? ഇതല്ലേ പറഞ്ഞത് ഇപ്പോൾ വായിച്ചത്. സോ അവിടെ പറഞ്ഞു ഭക്തിയുത സേവനങ്ങളിലൂടെയാണ് അത് സംഭവിക്കുന്നത്. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ പോയിന്റ്. ശീല പ്രഭുപാദ് പറയുന്നത് ഓൾറെഡി പറഞ്ഞു അല്ലേ? അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആസ് ബ്രഹ്മൻ ആൻഡ് പരമാത്മ റിയലൈസേഷൻ ആർ ഇംപെർഫെക്റ്റ് റിയലൈസേഷൻ ഓഫ് ദ ആബ്സല്യൂട്ട് ട്രൂത്ത്, so the means of realizing Brahman and Paramatma, that is the path of Jnana and Yoga, are also imperfect means of realizing the absolute truth. So Brahman, Paramatma എന്ന് പറയുന്നത് പരമസത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അത് കംപ്ലീറ്റ് അല്ല. സോ അതുകൊണ്ട് ജ്ഞാനമാർഗവും ജ്ഞാനമാർഗം ഫോളോ ചെയ്യുന്നവരാണ് ബ്രഹ്മവാദികൾ. ആക്ച്വലി പരമാത്മവാദികൾ എന്ന് പറയുന്ന യോഗമാർഗം ഫോളോ ചെയ്യുന്നവർ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും വഴി ഇൻകംപ്ലീറ്റ് ആണ് ബേസിക്കലി. സോ അത് പെർഫെക്ഷനിലേക്ക് എത്തിക്കില്ല, അതാണ് പ്രശ്നം. സോ പെർഫെക്ഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഭക്തിയുത സേവനങ്ങളെയാണ്, ഭക്തിയോഗമാണ് പാത്ത്. മറ്റുള്ളത് എത്തും, പക്ഷേ സമയം കൂടുതലെടുക്കും. കാര്യം ഫൈനലി ജ്ഞാനയോഗവും അഷ്ടാംഗയോഗവും കൾമിനേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് എത്തിച്ചേരുന്നത് ഭക്തിയോഗത്തിലേക്കാണ്. ഭക്തിയോഗത്തിലേക്ക് എത്തും അത്, പക്ഷെ സമയമെടുക്കും, ഡയറക്റ്റ് മാർഗങ്ങളല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ശീല പ്രഭുപാദ് ഇംപെർഫെക്റ്റ് മീൻസ് ഓഫ് റിയലൈസിങ്. കാര്യം ഇംപെർഫെക്റ്റ് ആണെന്ന് പറയാൻ കാര്യം അത് ഡയറക്റ്റ് ആ പ്രോസസ്സിനെ മാത്രം എടുക്കുകയാണെങ്കിൽ അത് ഇംപെർഫെക്റ്റ് ആണ്. ബട്ട് വെൻ ഭക്തി എന്ന് പറയുന്ന ഒരു എലമെൻറ്റും കൂടെ അതിൽ വരുമ്പോഴാണ് അതിന് മീനിങ് വരുന്നത് ആക്ച്വലി. So devotional service, which is based on the foreground of full knowledge combined with detachment from material association and which is fixed by the oral reception of Vedanta Shruti, is the only perfect method by which the seriously inquisitive student can realize the absolute truth. So devotional service lode മാത്രമേ ആക്ച്വലി, ഇപ്പോൾ ഡിവോഷണൽ സർവീസ് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് വരുന്നു. വാസുദേവ ഭഗവതി ശ്ലോകത്തിൽ പറയുന്ന പോലെ വൈരാഗ്യം, അതുപോലെ ജ്ഞാനവും നമുക്ക് കിട്ടുന്നു. ഇതാണ് സീരിയസ്ലി ഇൻക്വിസിറ്റീവ് സ്റ്റുഡൻറ്റ്, അതായത് സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഭക്തിയുത സേവനങ്ങളിലൂടെ അവർക്ക് ജ്ഞാനം കിട്ടുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നു. ഡിവോഷണൽ സർവീസ് ഈസ് നോട്ട് ദെയർഫോർ മെൻറ്റ് ഫോർ ലെസ് ഇൻ്റലിജൻറ്റ് ക്ലാസ് ഓഫ് ട്രാൻസെൻഡൻ്റലിസ്റ്റ്. സോ ഭക്തിയുത സേവനങ്ങൾ അങ്ങനെ തരം താഴ്ത്തി പറയാൻ പറ്റുന്ന കാര്യമല്ല. ആക്ച്വലി ഡിവോഷണൽ സർവീസ് ഹൈ ക്ലാസ് ആണ്. ചില ആളുകൾ പറയുന്നു, ഈവൻ ബേസിക്കലി ബ്രഹ്മവാദികൾ പറയുന്നൊരു ന്യായമാണ്. അവർ പറയും, ഞങ്ങളാണ് വേദങ്ങളും ശ്രുതികളൊക്കെ ശ്രുതി ശാസ്ത്രവും വേദങ്ങളൊക്കെ പഠിക്കുന്നത്. ഈ ഭക്തർ ഡിവോഷണൽ സർവീസ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള പരിപാടിയാണ്. അതൊരു എന്താ പറയുക, അതിലൊരുപാട് ഭാവങ്ങളും ഒരുപാട് ഇമോഷൻസും ഒക്കെ വരുന്നു. മറ്റേ അവരുടെ കൺസെപ്റ്റിൽ ജ്ഞാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ഒന്നും ചെയ്യില്ല, അങ്ങോട്ടും തിരിയില്ല ഇങ്ങോട്ടും തിരിയില്ല, ഭഗവാനെ അറിയില്ല, അവർക്ക് ആ ബ്രഹ്മജ്യോതി മാത്രമേ അറിയുള്ളൂ. പക്ഷേ അതിന് വേണ്ടിയിട്ട് എത്രമാത്രം തപസ്യകൾ അവർ ചെയ്യുന്നു, എത്രമാത്രം ഓസ്റ്ററിറ്റീസ് അവരെടുക്കുന്നു, എത്രമാത്രം കാര്യങ്ങൾ അവർ ചെയ്യുന്നതെന്നറിയോ. അവരുടെ കാര്യം മെറ്റീരിയൽ, അവരെ സംബന്ധിച്ച് മെറ്റീരിയൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടമാണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് ഭൗതിക തലത്തിലുള്ള ഒരു കാര്യവുമായിട്ടും അവർ ഇൻട്രാക്ട് ചെയ്യില്ല, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കും, പേടിച്ച് മാറി നിൽക്കും. ഞാനത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് തൊടില്ല ഇത് തൊടില്ല എന്ന് പറയുന്ന പോലെയാണ് അവരുടെ കാര്യം. പക്ഷേ ഭക്തരെന്താ ചെയ്യുന്നത്? യുക്തവൈരാഗ്യം. മറ്റേ വൈരാഗ്യം ശരിയല്ല, കാര്യം അത് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് അല്ല. ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഭഗവാന്റെ സർവീസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആക്ച്വൽ വൈരാഗ്യം. അതിനെയാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നിൽ നിന്ന് ഓടിപ്പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ചിലവരുടെ അഭിപ്രായമാണ് ബുദ്ധി കുറഞ്ഞവരാണ് ഭക്തിമാർഗം സ്വീകരിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി അതല്ല, ബുദ്ധി കൂടുതലുള്ളവരാണ് ഭക്തിമാർഗം സ്വീകരിക്കുന്നത്. സോ ദർ ആർ 3 classes of devotees, namely first, second and third class. ശ്രീല പ്രഭുപാദ് പറയുന്ന 3 തരത്തിലുള്ള ഭക്തരുണ്ട്, ക്ലാസിഫിക്കേഷൻ. The third class devotees or neophytes who have no knowledge and are not detached from material association,
but who are simply attracted by the preliminary process of the worshipping of deity in the temple, and they are called material devotees. So പ്രഭുപാദ് പറയുന്നു ആദ്യത്തെ തേർഡ് ക്ലാസ്, അതായത് ഹൈറാർക്കിയിൽ നോക്കുമ്പോൾ താഴേന്ന് മുകളിലേക്കാണ് പറയുന്നത് പ്രഭുപാജി. ഓക്കെ, സോ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് അതിൻ്റെ സാൻസ്ക്രിറ്റ് ടേം? ഇങ്ങനെയുള്ള ഭക്തരെ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവര് കനിഷ്ഠാധികാരി അതല്ല പ്രഭു, മധ്യമാത്തം. കറക്റ്റ്. ഉത്തമാധികാരി, മധ്യമാധികാരി, കനിഷ്ഠാധികാരി. ഇപ്പൊ പറഞ്ഞത് ഉത്തമാധികാരിയാണോ? അല്ല, കനിഷ്ഠാധികാരി. കനിഷ്ഠ. യെസ്, വെരി ഗുഡ്. കനിഷ്ഠ, താങ്ക് യു സോ മച്ച്. കനിഷ്ഠ അധികാരികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും അറിവുകളൊന്നുമില്ല, എന്നാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റും വന്നിട്ടില്ല. എന്നാൽ അവർക്ക് ഭഗവാനിൽ കുറച്ച് വിശ്വാസമുണ്ട്. അമ്പലങ്ങളിലൊക്കെ പോവും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അമ്പലങ്ങളിൽ പോയി ഭഗവാനോട് പല കാര്യങ്ങളും ചോദിക്കും, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അറ്റ്ലീസ്റ്റ് പക്ഷേ ഒരു ചെറിയൊരു വിശ്വാസം കൊണ്ട് അവർ പോവും. അങ്ങനെയുള്ളവരാണ് കനിഷ്ഠാധികാരികൾ. ഇപ്പോൾ ഇവിടെ പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, മെറ്റീരിയൽ ഡിവോട്ടീസ് ആർ മോർ അറ്റാച്ച്ഡ് ടു മെറ്റീരിയൽ ബെനിഫിറ്റ് ദാൻ ട്രാൻസെൻഡന്റൽ പ്രോഫിറ്റ്. Therefore, one has to make definite progress from the position of material devotional service to second class devotional service. So, കനിഷ്ഠാധികാരികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഡിറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർ കൂടുതലും ഭൗതികമായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോകുന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ അവർക്ക് അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളിൽ താല്പര്യം അത്രയും ഉണ്ടാവില്ല. കാര്യം അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് അറിയില്ല, അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട്. സോ പ്രഭുപാദ് പറയുന്നു, എന്താ പറയുന്നത്, നമ്മളോട് പറയുന്നതാണ്, ഈ കനിഷ്ഠാധികാരിയിൽ നിന്ന് നമ്മൾ മധ്യമ പൊസിഷനിലേക്ക് നമ്മൾ ഉയരണം എന്നുള്ളതാണ് പറയുന്നത്. കനിഷ്ഠയായിട്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ കനിഷ്ഠാധികാരികളായിരിക്കാം, എന്നാൽ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കയറണം. സെക്കൻഡ് അല്ലെങ്കിൽ മധ്യമയിലെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നാലേ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് പ്രഭുജി പറയുന്നത്, വൺ ഹാസ് ടു മേക്ക് ഡെഫിനിറ്റ് പ്രോഗ്രസ്. നമ്മളെ പ്രോഗ്രസ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് നമ്മൾ കൂടണം, ആ സ്റ്റേജിലേക്ക് പ്രവേശിക്കണം എന്ന് പറയുന്നു. In the second class position, the devotee can see 4 principles in devotional service, namely the personality of Godhead, his devotees, ignorant and envious. So, പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അഗെയിൻ ഭാഗവതത്തിലെ ശ്ലോകമാണ്, ആക്ച്വലി വേറെ അവസാന സ്കന്ധങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ മധ്യമ അധികാരികളുടെ ക്വാളിറ്റീസാണ് പറയുന്നത്. മധ്യമ അധികാരികൾക്ക് അവർക്ക് പൂർണ്ണമായിട്ടും എന്താ പറയുക, വിശ്വാസം ഉണ്ടാവും, അവരുടെ ഫെയ്ത്ത് നല്ല സ്ട്രോങ് ആയിരിക്കും. കനിഷ്ഠാധികാരികളുടെ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം, ശ്രദ്ധ, കോമൾ ശ്രദ്ധയാണ്. കോമൾ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീക്കാണ്. ആർക്ക് വേണമെങ്കിലും അവരെ വഴിമാറ്റിക്കാം എളുപ്പത്തിൽ. ഇന്ന് പറയുന്നു, ഇവിടെ പോയി പൂജ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ അവർ ഉടനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു, നമുക്ക് പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കൃഷ്ണനെ ആരാധിച്ചിട്ടാണ്, അല്ലെങ്കിൽ മഹാദേവനെ ആരാധിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, അപ്പോൾ ഉടനെ ഇവിടെ നിന്ന് മാറി അവിടെ പോകും. അതായത് നമുക്ക് എവിടെയും ഒന്ന് സ്ഥിരമാകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഇതിനേക്കാൾ ബെറ്റർ അതാണ് എന്ന് തോന്നുമ്പോൾ, ഈവൻ ഡിവോട്ടീസിൻ്റെ ഇടയിലും ഈ ഒരു പ്രശ്നമുണ്ട്. പ്രോബ്ലം എന്താ വെച്ചാൽ, ആദ്യം കുറച്ച് സമയത്ത് ഒരു സ്ഥലത്ത് പോകും, അവിടെ ശരിയാവുന്നില്ല എന്നൊക്കെ. ചിലപ്പോൾ ഈവൻ ക്ലാസ്സസ് കേൾക്കാനാണെങ്കിലും അവിടെ പോയി അവിടെ ശരിയാവുന്നില്ല എന്തോ, അത് കഴിഞ്ഞ് അടുത്ത വേറെ ആരോ പറഞ്ഞു അവിടെയുണ്ട്, അപ്പോൾ അവിടേക്ക് ഓടി, അപ്പോൾ അവിടെ ഓടി. അത് കഴിഞ്ഞ് മൂന്നാമത് വേറെ ആൾ പറഞ്ഞു പുതിയൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ പൊക്കോളൂ, അവിടെ പുതിയ ക്ലാസ്സാണ്, അപ്പോൾ എന്താ ഇവിടുന്ന് ഇത് രണ്ടും വിട്ട് മൂന്നാമത്തെ സ്ഥലത്തേക്ക് ഓടി. എവിടെയും എത്തില്ല, അങ്ങനെ ഓടി നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മളൊന്നും എവിടെയും എത്തില്ല ആക്ച്വലി. അപ്പോൾ ആ ഒരു വിശ്വാസം പൂർണ്ണമായിട്ടും വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നത്. അതൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അത് കനിഷ്ഠാധികാരികളുടെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. നമുക്ക് എവിടെയും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കൺവിക്ഷൻ കിട്ടില്ല, ഇതിനേക്കാൾ ബെറ്റർ അവിടെ, ഇതിനേക്കാൾ ബെറ്റർ. ഈവൻ അതാണ് പറയുന്നത്, കൃഷ്ണനെ മാറ്റി നമ്മൾ ചിലപ്പോൾ ദേവത ആരാധനയ്ക്ക് പോവും, അതിൻ്റെ പുറകിൽ പോവും. നാളെ ആരെങ്കിലും വന്ന് പറയുവാണെങ്കിൽ ഗണപതി പൂജ ചെയ്യണം, അതാ പൂജ ചെയ്തു, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോയി. അതാണ് കനിഷ്ഠ.
എന്നാൽ മധ്യമാധികാരികൾ അങ്ങനെ പോവില്ല. അവർ കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആയിരിക്കും. അവർ ഒരു സ്ഥലത്ത് എവിടെയാണോ അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് അവിടെ ഫിക്സ് ആണ്. അവർ പോവില്ല. കാര്യം അവർക്ക് അറിവുണ്ട്, അവർ ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു 4 കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. 4 പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഭഗവാനെ അവർ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ആ തലത്തിൽ ഭഗവാന്റെ പൊസിഷൻ മനസ്സിലാക്കുന്നു. നമ്മളും ഭഗവാനും നമ്മളുടെ റിലേഷൻസ് എല്ലാം മനസ്സിലാക്കി കംപ്ലീറ്റ്ലി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർ. പിന്നെ ഭക്തരെയും, കനിഷ്ഠ അധികാരികളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കനിഷ്ഠ അധികാരികൾ അവർക്ക് ഭക്തരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഭക്തരുടെ ഇമ്പോർട്ടൻസ് അറിയില്ല, അസോസിയേഷൻ്റെ ഇമ്പോർട്ടൻസ് അവർക്കറിയില്ല. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഡിവോട്ടി അസോസിയേഷൻ അവർ മനസ്സിലാക്കാൻ പറ്റില്ല. ഗുരുവിൻ്റെ സ്ഥാനം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിക്കും ഭഗവാനിൽ കുറച്ച് വിശ്വാസമുണ്ട്, അത് മതി, എനിക്ക് ഡിവോട്ടീസും വേണ്ട, ഗുരുവും വേണ്ട, ആരും വേണ്ട, ഞാൻ തന്നെ ഭഗവത്ഗീത പഠിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ചെയ്തോളാം എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ അത് ഭക്തരിൽ വിശ്വാസമില്ല. അപ്പോൾ അത് കനിഷ്ഠ അധികാരികളുടെ ലക്ഷണമാണ്. എന്നാൽ മധ്യമ അധികാരികൾ അങ്ങനെയല്ല. ഭക്തരിൽ അവർ അസോസിയേഷൻ എടുക്കുന്നു, മാത്രമല്ല ഭക്തരെ അവർ വേണ്ട റെസ്പെക്റ്റ് കൊടുക്കുന്നു. ഈവൻ ഗുരുസ്ഥാനത്തുള്ളവർക്ക് ആ ഗുരുവിനെ അവർ സ്വീകരിക്കുന്നു, അവർ ബഹുമാനിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതേപോലെ വേറൊരു ക്വാളിറ്റി പറയുന്നു, അവർ ഇഗ്നോറൻ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ കനിഷ്ഠരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ളവരോ അങ്ങനെയുള്ളവരോടൊരു അവർക്ക് ഒരു കമ്പാഷൻ ഉണ്ടാവും, ഒരു കൃപ, അവർക്കൊരു കാരുണ്യം തോന്നും അവരോട്. അവർക്ക് കൃഷ്ണാവബോധം കൂടെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെങ്കിലോ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ അവർ ആഗ്രഹിക്കുന്നു, സോ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യട്ടെ, ആ ഒരു മെൻറ്റാലിറ്റി അവർക്ക് ഉണ്ടാവും. അതാണ് പറയുന്നത്, ഇഗ്നോറൻ്റ് ആയിട്ടുള്ള അറിവില്ലാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനൊരു ഒരു കമ്പാഷൻ അവർക്കുണ്ടാവും. ഇത് ആരുടെ ലക്ഷണമാണ്? മധ്യമാധികാരിയുടെ. അതേപോലെ വേറൊരു കാര്യമുണ്ട്, മത്സരബുദ്ധിയുള്ളവർ, എൻവി കാണിക്കുന്നവരോട് അവർ കൂട്ടുകൂടില്ല, അവരങ്ങനെയുള്ളവരിൽ നിന്ന് മാറി നിൽക്കും. ഇത് മധ്യമാധികാരിയുടെ ലക്ഷണമാണ്. അപ്പോൾ അങ്ങനെ അസൂയ അല്ലെങ്കിൽ അഭക്തരായിട്ടുള്ളവർ, ഡിവോട്ടീസ് അല്ലാത്തവർ, അങ്ങനെയുള്ളവരിൽ നിന്ന് അവർ മാറി നിൽക്കും. അങ്ങനെയുള്ളവരെ പോയി ഉപദേശിക്കാനൊന്നും പോവില്ല, ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യും. ഇത് മധ്യമ അധികാരികളുടെ ലക്ഷണമാണ്. സോ ശീല പ്രഭുപാദ് പറയുന്നു, വൺ ഹാസ് ടു റേസ് ഹിംസെൽഫ് അറ്റ്ലീസ്റ്റ് ടു ദ സ്റ്റേജ് ഓഫ് സെക്കൻഡ് ക്ലാസ് ഡിവോട്ടി. സോ ഈ ഒരു സ്റ്റേജിലേക്കല്ലേ നമ്മൾ എത്തണമെന്ന് പറയുന്നു. ആൻഡ് ദസ് ബിക്കം എലിജിബിൾ ടു നോ ദ ആബ്സലൂട്ട് ട്രൂത്ത്. സോ ആദ്യത്തെ സ്റ്റേറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, രണ്ടാമത്തേലേക്കല്ലേ എത്തണം, എന്നാലേ നമുക്ക് അറിവ് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ക്ലാസ് പറയുന്നു, ഇവരാണ് ഉത്തമാധികാരികൾ. The third class devotee therefore has to receive the instructions of devotional service from the authoritative sources of Bhagavata. The number one Bhagavata is established personality of the devotee, and other Bhagavatam is the message of the God. So ശീല പ്രഭുപാദി പറയുന്നു, മൂന്നാമത്തെ ഉത്തമാധികാരികൾ എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ഈ പറയുന്ന ഇവിടെ ഉള്ളതെല്ലാം അവർക്ക് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇവിടെ അഭക്തരുമായിട്ട് അവർ കൂട്ടുകൂടില്ല, അല്ലേ? എന്നാൽ ഉത്തമാധികാരികൾ ഈവൻ അഭക്തരായിട്ടുള്ളവരെയും പോലും അവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. കാര്യം ഈ ഉത്തമാധികാരികൾക്ക് ശത്രുവില്ല, മിത്രമില്ല, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ഒരേപോലെയാണ്, എല്ലാവരെയും ഒരേപോലെ കാണുന്നു, സ്വർണത്തെയും കല്ലിനെയും ഒരേപോലെ കാണുന്നു. അതാണ് അവരുടെ കാഴ്ചപ്പാട്. സോ അങ്ങനെയുള്ളവർ ഈവൻ അഭക്തരുമായിട്ടുള്ളവർ, അഭക്തരാവട്ടെ, അസോസിയേഷനോ, അതൊന്നും അവർക്ക് വിഷയമല്ല. അതായത് എല്ലാവരെയും ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ അതിനുള്ള പ്രാപ്തിയുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉത്തമാധികാരികൾക്ക് ഭാഗവതം അല്ലെങ്കിൽ ശാസ്ത്രങ്ങളുടെ അറിവ് പൂർണ്ണമായിട്ടുള്ളത് കൊണ്ട് ഏത് സംവാദങ്ങളും ഏത് ഡിബേറ്റ് വന്നാലും ആരെങ്കിലും ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ശാസ്ത്രത്തിലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അവർക്ക് തോൽപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടാവും. കാര്യം അവർ കംപ്ലീറ്റ്ലി ശാസ്ത്രങ്ങൾ അവർക്ക് അറിയുന്നവരായിരിക്കും ഉത്തമാധികാരികൾ. എന്നാൽ ഇവർ മധ്യമാധികാരികൾ ഒരു പരിധിവരെ ചെയ്യും, അതിനപ്പുറത്തേക്ക് അവർക്ക് സാധിക്കില്ല. ഒരു പരിധിവരെ അവർ ഡെഫിനറ്റ്ലി ശാസ്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ്. എന്നാൽ ചിലപ്പോൾ മിക്കവാറും
ഈ പറയുന്ന അഭക്തരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്ന് കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനേ നോക്കുകയുള്ളൂ. റാദർ എന്നാൽ തേർഡ് ക്ലാസ് എന്നാൽ ഇവിടുത്തെ മൂന്നാമത്തെ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ മൂന്നാമത് ഉത്തമാധികാരികളാണെങ്കിൽ അങ്ങനെയല്ല. അവർ പൂർണ്ണമായിട്ടും അവർ ശുദ്ധ ഭക്തരായിരിക്കും. ഇവിടെ പറയുന്നത് തേർഡ് ക്ലാസ് ഡിവോട്ടി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉത്തമാധികാരികളെക്കുറിച്ചല്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? തേർഡ് ക്ലാസ് കനിഷ്ഠരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരെ പറഞ്ഞു. ഇനി ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടീസിനെ കുറിച്ച് താഴെയാണ് പറയുന്നത് എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് വായിക്കാം. അപ്പോൾ കനിഷ്ഠാധികാരിക്ക് പ്രഭുപാദ് ഇതിനു മുമ്പുള്ള ശ്ലോകത്തിൽ സെന്റൻസ് പറയുന്നത് കനിഷ്ഠാധികാരികൾ ആ സ്റ്റേജിൽ നിന്ന് മുകളിലേക്ക് വരണം, അറ്റ്ലീസ്റ്റ് മധ്യമ പ്ലാറ്റ്ഫോമിലെങ്കിലും വരണം എന്ന് പറയുന്നു. അതെങ്ങനെ വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കനിഷ്ഠരായിട്ടുള്ളവർ ഹാസ് ടു റിസീവ് ഇൻസ്ട്രക്ഷൻ ഓഫ് ഡിവോഷൻ സർവീസ് ഫ്രം അതോറിറ്റി സോഴ്സസ്. ഭാഗവതം അല്ലെങ്കിൽ ഭക്തഭാഗവതം, ഇവിടെ അതാണ് പറയുന്നത്. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗവതം, ഒന്ന് ശുദ്ധ ഭക്തരെയും ഭാഗവതരെന്ന് പറയും. അപ്പോൾ ഭാഗവതത്തെ ശരണം പ്രാപിക്കണം, ശുദ്ധ ഭക്തരെ അതേപോലെ തന്നെ ഭാഗവത ഗ്രന്ഥവും രണ്ടും. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോജമുദിരേ നഷ്ടപ്രായേഷു അവിടെ പറയുന്നത് നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ. അവിടെ പറയുന്നത് ഭഗവതി ഉത്തമ ശ്ലോകെ ഭക്തിർഭവതി നൈഷ്ടകി. അവിടെ പറയുന്നത് നിത്യം ഭാഗവത സേവയ എന്ന് പറയുന്നത് ആക്ച്വലി ഉദ്ദേശിക്കുന്ന രണ്ട് ഭാഗവതമുണ്ട് അവിടെ. ഒന്ന് വ്യക്തി ഭാഗവതം, അതായത് ശുദ്ധഭക്തനെ ആശ്രയിക്കുക, ശുദ്ധഭക്തനെ പൂർണ്ണമായിട്ടും നമ്മൾ ശരണം പ്രാപിച്ചുകൊണ്ട് അവരിൽ നിന്ന് കേൾക്കുക. രണ്ട് പുസ്തക ഭാഗവതവും, രണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു പ്രഭുപാജി അത് തന്നെയാണ്. ഇപ്പോൾ കനിഷ്ഠരായിട്ടുള്ളവർക്ക് അവർക്ക് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് രണ്ടാമത്തേലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉത്തമാധികാരിയിലും എത്താൻ വേണ്ടി, മധ്യമയിൽ നിന്ന് ഉത്തമത്തിലേക്ക് എത്താനൊക്കെ വേണ്ടി ഭാഗവതം ആണ് ആശ്രയിക്കേണ്ടത്. അത് വ്യക്തി ഭാഗവതവും ഗ്രന്ഥഭാഗവതവും. ദ തേർഡ് ക്ലാസ് ഡിവോട്ടി therefore has to go to the personality of devotee in order to learn the instruction of devotion service. So ഭക്തരിൽ നിന്നാണ് പഠിക്കേണ്ടത്, അതാണ് പറയുന്നത്, ശുദ്ധ ഭക്തരിൽ നിന്ന്. Such a personality of devotee is not a professional man who earns his livelihood by the business of Bhagavatam. So എങ്ങനെയുള്ളവരിൽ നിന്നാണ് ഭാഗവതം പഠിക്കേണ്ടത് ഇവിടെ പറയുന്നു പ്രഭുപാജി. ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്, ഭാഗവതം നമ്മൾ ഭാഗവതരിൽ നിന്ന് ഭക്തരിൽ നിന്നാണ് കേൾക്കുന്നത്. അല്ലാതെ ഇവിടെ പറയുന്നു, അല്ലാതെ അത് ബിസിനസ്സായിട്ട് എടുത്തിട്ടുള്ളവർ അത് എന്താ പറയുക, നമ്മുടെ ഒരു ബിസിനസ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഉപജീവന മാർഗമായിട്ട് ഭാഗവതം ചിലപ്പോൾ സപ്താഹങ്ങൾ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പല ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് അവർ എന്തെങ്കിലും പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവർ അത് അങ്ങനെയുള്ളവരിൽ നിന്ന് കേൾക്കരുത് എന്നാണ് ശാസ്ത്രം പറയുന്നതും ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം നമ്മൾ ഭഗവാന്റെ ഭക്തരിൽ നിന്ന് കേൾക്കണമെന്നുള്ളത്. Such a devotee must be representative of Sukadeva Goswami, like Suta Goswami, and must preach the cult of devotion service for all around benefit of the people. So ശില സുഖദേവ് ഗോസ്വാമിയെ പോലെ ശുദ്ധഭക്തനോ സൂത ഗോസ്വാമിയെ പോലെയുള്ള ശുദ്ധഭക്തനോ അങ്ങനെയുള്ളവർ അവരുടെ അല്ലെങ്കിൽ അവരെ എന്തായാലും നമ്മുടെ മുമ്പിലില്ല, അവരുടെ പാത പിന്തുടരുന്ന അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. സോ പറയുന്നു, എ നിയോഫൈറ്റ് ഡിവോട്ടി ഹാസ് വെരി ലിറ്റിൽ ടേസ്റ്റ് ഫോർ ഹിയറിംഗ് ഫ്രം അതോറിറ്റീസ്. സച്ച് എ നിയോഫൈറ്റ് ഡിവോട്ടി മേക്സ് എ ഷോ ഓഫ് ഹിയറിംഗ് ഫ്രം പ്രൊഫഷണൽ മാൻ ടു സാറ്റിസ്ഫൈ ദ സെൻസസ്. This sort of hearing and chanting has spoiled the whole thing. So one should be very careful about the faulty process. So പ്രഭുപാജി പറയുന്നു, കനിഷ്ഠ അധികാരികൾക്ക് കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് കുറവായിരിക്കും. ഭഗവാനെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റൊക്കെ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും അവർക്ക് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. സെക്കൻഡ്ലി അതിൽ ടേസ്റ്റും ഉണ്ടാവില്ല. മേ ബി ഈവൻ അതോറിറ്റീസിൽ നിന്ന് കേൾക്കണം എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. സോ അവർ ചിലപ്പോൾ ഏതെങ്കിലും അവർക്ക് സുഖം കിട്ടുന്ന ആൾക്കാർ അങ്ങനെ, അതായത് ചില സ്ഥലങ്ങളുണ്ട്, ചിലവർ അങ്ങനെയും പല രീതിയിലും ഇതെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയുന്നവർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ ഡിവോട്ടീസ് ആവണം എന്ന് ഒരാൾ പ്രീച്ച് ചെയ്യുകയാണ്. ഓക്കെ,
കൂട്ടത്തിൽ പറയുന്നു നാമം ജപിക്കണം, നാമം ജപിച്ചോളൂ, നിയമങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 4 നിയമങ്ങൾ, നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ആക്ച്വലി കേൾക്കാൻ ഇപ്പോൾ കനിഷ്ഠര കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ്. കാര്യം അവർക്ക് ആ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ളൊരു ഡിറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവരാണ്. സോ അവരോട് പറയുകയാണ് നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കട്ടിയാണ് അവർക്ക് തുടക്കത്തിൽ, അല്ലേ? അപ്പോൾ കേൾക്കാൻ അവർക്ക് ആഗ്രഹമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗവതം അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, സാരമില്ല, നിങ്ങൾ ഇതൊന്നും ഫോളോ ചെയ്യണ്ട, എന്നാൽ ഭാഗവതം കേട്ടോളൂ, എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ അവർക്ക് സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം എന്നാൽ ഒരു ശുദ്ധ ഭക്തനാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള മെസ്സേജ് പറയും, കറക്റ്റായിട്ടുള്ളത് പറയും. അദ്ദേഹം പറയും ഭാഗവതം പഠിക്കണം, നാമം ജപിക്കണം, കാര്യങ്ങളൊക്കെ പറയും. കൂട്ടത്തിൽ കുറച്ച് ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് അതിന് എഫക്റ്റ് കിട്ടുന്നത്. കാര്യം മറ്റേ പാർട്ടി, ആദ്യം പറഞ്ഞ പാർട്ടിയാണെങ്കിൽ അവർ ദക്ഷിണ കൊടുക്കും. കാര്യം കേൾക്കാൻ വരുന്ന ആളെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി ദക്ഷിണ കൊടുക്കുന്നു, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് പൈസയാണ്. അദ്ദേഹത്തിന് ആ വരുന്ന ആളെ ഭക്തനാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കേൾക്കരുത് എന്നാണ് പ്രഭുജി പറയുന്നത്. അതാണ്. എന്നാൽ ശുദ്ധ ഭക്തർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. സോ അവർക്ക് ഒരേ ഒരു ആഗ്രഹം എല്ലാവരെയും ഡിവോട്ടീസ് ആക്കി മാറ്റണം എന്ന് മാത്രം. സോ അതാണ് പ്രോപ്പറായിട്ടുള്ള ചാനൽ നമ്മളെ സംബന്ധിച്ച്. Okay, the holy messages of Godhead as inculcated in Bhagavad Gita or in the Srimad Bhagavatam are undoubtedly transcendental subjects. But even though they are so, such transcendental matters are not to be received from the professional man who spoils them as serpent spoils milk simply by touch of his tongue. ഇത് സനാതൻ ഗോസ്വാമിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആക്ച്വലി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഭാഗവതം കേൾക്കേണ്ടത് അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കേണ്ടത് ഭക്തരിൽ നിന്നാണ്, അല്ലാതെ ഒരു പ്രൊഫഷണൽ മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആളുകളിൽ നിന്നല്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ പ്രോബ്ലം എന്താണ് പറയുന്നു, മിൽക്ക് അല്ലെങ്കിൽ പാലെന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിൽ സർപ്പം വന്നൊന്ന് നക്കിപ്പോയെങ്കിലോ പിന്നെ പാല് കുടിക്കാൻ പറ്റില്ല. അതേപോലെയാണ് ഭാഗവതം ഈസ് ലൈക്ക് മിൽക്ക്. പക്ഷേ ഈ ബിസിനസ് മെൻറ്റാലിറ്റിയോട് കൂടി വരുന്നവർ അവർ പറയുമ്പോൾ അത് ആക്ച്വലി പാലാണെങ്കിൽ പോലും അവർ തരുന്നത് പാലാണ്, പക്ഷെ അതിൽ വിഷമുണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. Okay. A sincere devotee must therefore be prepared to hear the Vedic literatures like the Upanishads, Vedanta and other literatures left by the previous authorities or Goswamis for the benefit of his progress. So നമ്മൾ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കേണ്ടത് ആരിൽ നിന്നാണ്? ഒത്തോറിറ്റീസ്, പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗുരു പരമ്പരയിൽ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഒത്തോറിറ്റീസ് ഉണ്ട് ഓൾറെഡി. സോ അവരിൽ നിന്നാണ് പഠിക്കേണ്ടത്. അല്ലാതെ പ്രൊഫഷണൽ ബിസിനസ് ഉദ്ദേശത്തോടു കൂടി ഈ ഭാഗവതത്തെയും ഭക്തിയെയും വിൽക്കുന്നവരിൽ നിന്നല്ല. വിത്തൗട്ട് ഹിയറിംഗ് സച്ച് ലിറ്ററേച്ചേഴ്സ് വൺ കനോട്ട് മേക്ക് ആക്ച്വൽ പ്രോഗ്രസ്. സോ അവരിൽ നിന്ന് കേട്ടില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ശുദ്ധ ഭക്തരിൽ നിന്നല്ല നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല, ഭക്തിയിൽ പ്രോഗ്രസ് ഉണ്ടാവില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ളവരിൽ നിന്ന് കേട്ട് കഴിഞ്ഞാലോ, നല്ല ഭക്തിയിൽ നിന്ന് കേൾക്കുവാണെങ്കിലോ ഡെഫിനറ്റ്ലി പ്രോഗ്രസ് നമുക്കുണ്ടാവും. സോ ഇവിടെ പറയുന്നു, വിത്തൗട്ട് ഹിയറിംഗ് ആൻഡ് ഫോളോയിങ് ദി ഇൻസ്ട്രക്ഷൻസ് the show of devotional service becomes worthless and therefore a sort of disturbance in the path of devotional service. So ആർക്കാണ് എത്ര ആളുകൾക്ക്, എത്ര പ്രൊഫഷണലി ഈ ഭാഗവതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവചനങ്ങളൊക്കെ ചെയ്യുന്നവർ കുറേ പേരുണ്ട് ആക്ച്വലി. അതിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നവരുണ്ട്. ചിലവർക്ക് പോക്കറ്റിൽ പൈസ വരുന്നതായിരിക്കും ആഗ്രഹം. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പോക്കറ്റിൽ പൈസ വരാൻ മാത്രം ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഒരിക്കലും ഒരു ആഗ്രഹമില്ല മറ്റുള്ളവർ ഭക്തരായി കാണണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടാവില്ല. കൂടുതൽ ആളുകൾ വരണം, കേൾക്കണം, നമ്മുടെ ക്ലാസ്സുകളും പ്രവചനവും എന്നൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ ആഗ്രഹം. പക്ഷേ ആ വ്യക്തിയോടൊരു കമ്പാഷൻ ഉണ്ടാവില്ല അവർക്ക്, ബിക്കോസ് അവരുടെ ഉദ്ദേശം അതല്ല. അതുകൊണ്ട് നേരെ മറിച്ച് ശ്രീല പ്രഭുപാദിനെ പോലുള്ളവർ
അവർക്ക് ഇങ്ങോട്ടൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കമ്പാഷനാണ്. അവരെ ഭക്തരായിട്ട് കാണണം, ഭഗവാനൊരു അംശമാണ്, സോ അവർക്ക് ഭക്തി കൊടുക്കണം എന്നുള്ള ആഗ്രഹം. ഇതാണ് ആക്ച്വലി ഒരു ഡിവോട്ടി, ശുദ്ധ ഭക്തർക്ക് ഉണ്ടാവുന്നത്. സോ അങ്ങനെയുള്ള ആചാര്യന്മാരിൽ നിന്ന് കേൾക്കണം, അതാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ മറ്റേ സോഴ്സ് അല്ല എന്ന് പറയുന്നു. സോ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാതെ ശുദ്ധഭക്തരിൽ നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞു, മഹാഭാഗവതരിൽ നിന്ന് കേൾക്കുക. അങ്ങനെയുള്ളവരുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ കാര്യമുണ്ടോ? പ്രോഗ്രസ് ഉണ്ടാവില്ല. പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യണം. കേട്ടാൽ മാത്രം പോരാ. ഇന്ന് സീതാപുരം പറഞ്ഞ പോലെ ഈ ചെവിയിൽ നിന്ന് കേട്ട് ആ ചെവിയിലേക്ക് വിടുന്ന ഭക്തരാവരുത് ഇസ്കോൺ ഡിവോട്ടീസ്. ഇസ്കോൺ ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇസ്കാൻ സെ ഉസ്കാൻ അല്ല. വി ഹാവ് ടു ബി വാട്ട് എവർ വി ആർ ഹിയറിങ്, എന്താണ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ അത് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവില്ല, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല. അൺലെസ് therefore devotional service is established on the principles of Shruti, Smriti, Purana or Pancharatra, the make show of devotional service should at once be rejected. സോ മേക്ക് ഷോ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലത്തെ അങ്ങനെയുള്ളത് നമുക്ക് വേണ്ട. അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യേണ്ട. ഓത്തറൈസ്ഡ് ആയിട്ടുള്ളത്, പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് നമ്മൾ കേൾക്കണം, പഠിക്കണം. An unauthorized devotee should never be recognized as a pure devotee. So by assimilation of such messages from Vedic literatures, one can see the all-pervading localized aspect of personality of Godhead within his own self constantly. This is called samadhi. So once നമ്മൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ, ശുദ്ധഭക്തരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ ഉള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അവരിൽ നിന്ന് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഭഗവാനെ ഹൃദയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരമാത്മാവിനെ നമ്മൾ തിരിച്ചറിയുന്നു. സമാധി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ വരുന്നു. കാര്യം അത്രമാത്രം പവർഫുള്ളാണ് ആക്ച്വലി ഹിയറിംഗ് എന്ന് പറയുന്നത്. ഹിയറിങ്ങിന് ഒരുപാട് ശക്തിയുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഹിയറിംഗ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് പവർ. ആക്ച്വലി ശ്രവണമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത്. കീർത്തനം, നാമജപം ഒക്കെ അതാണ് താരമധ്യേ സർവശ്രേഷ്ഠ നാമസങ്കീർത്തൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിരപരാധ നാമലേ പായ പ്രേമധനം, അപരാധം കൂടാതെ നാമം ജപിക്കണം. അപ്പോഴാണ് പ്രേമധനം കിട്ടുന്നത്, കൃഷ്ണപ്രേമം കിട്ടുന്നത്. പക്ഷേ അത് കിട്ടണമെങ്കിൽ അകത്തേക്ക് ഇൻപുട്ട് വേണം. ആ ഇൻപുട്ടാണ് ഹിയറിംഗ്. ഹിയറിംഗ് ഇല്ലെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല. ഹിയറിംഗ് പ്ലസ് റീഡിങ് രണ്ടും പാരലൽ. ഇൻഫാക്ട് ആക്ച്വലി ഒരേ കാര്യം തന്നെ രണ്ട് തരത്തിലാണെന്ന് പറയും. കാര്യം റീഡിങ്ങിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺസെൻട്രേഷനും ഫോക്കസൊക്കെ മാറും. ആക്ച്വലി റീഡിങ് ഈസ് ഓൾസോ വെരി പവർഫുൾ. കാര്യം പ്രഭുപാദിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആക്ച്വലി പ്രഭുപാദ് ഈസ് സ്പീക്കിംഗ് ടു അസ്. പ്രഭുപാദിൻ്റെ ക്ലാസ് കേൾക്കുന്ന പോലെ തന്നെയാണ് റീഡിങ്ങും. ബിക്കോസ് ഹീസ് പുസ്തകത്തിൽ എന്താണെന്ന് വെച്ചാൽ എഴുതിയിരിക്കുന്നു. ഇതേ കാര്യം തന്നെ അദ്ദേഹം ക്ലാസ്സിൽ പറയുന്നുണ്ട്, അല്ലേ? രണ്ടും തമ്മിൽ വ്യത്യാസം ഇല്ല, പക്ഷെ എന്നാലും വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണ്? കാര്യം റീഡിങ്ങിൽ നമ്മൾ പെട്ടെന്ന് സാച്ചുറേറ്റഡ് ആവും. പിന്നെ മാത്രമല്ല ചില കാര്യങ്ങൾ ക്ലാസ്സിൽ പറയുമ്പോൾ ചിലപ്പോൾ പ്രഭുപാദ് സെയിം പോയിന്റ് ആയിരിക്കും പറയുന്നതും എഴുതിയിട്ടുള്ളതും പുസ്തകത്തിലുണ്ടാവും, പക്ഷെ പറയുമ്പോൾ അതിന് ഇമ്പാക്റ്റ് കൂടുതലാണ്. ആ ശബ്ദത്തിൻ്റെ ടോണിന് വരെ വ്യത്യാസം ഉണ്ടാവും, പറയുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരേപോലെ വായിക്കും. സോ നമ്മുടെ ഉള്ളിലേക്ക് അത് സ്ട്രൈക്ക് ആവില്ല. ശരിയല്ലേ? നേരെ മറിച്ച് അതേ കാര്യം തന്നെ പറയുവാണ് ഒരാളെന്നുണ്ടെങ്കിൽ അത് സ്ട്രൈക്ക് ആവും നമ്മുടെ ഉള്ളിൽ. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ പാരലലി വി ഷുഡ്, റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അറ്റ് ദ സെയിം ടൈം ഹിയറിങ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ശിക്ഷാഗുരു പറഞ്ഞതാണ്. അപ്പം ഞാൻ ഒരിക്കൽ ഒരു ജസ്റ്റിഫിക്കേഷൻ ഹിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രഭുപാദിൻ്റെ ക്ലാസ്സസ് കേൾക്കാറില്ല, ഇടയ്ക്ക് കേൾക്കാതെ ഉള്ള സമയമുള്ളപ്പോൾ പറഞ്ഞു, പകരം വായിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ പക്ഷെ പോരാ, വായിക്കണം, കൂട്ടത്തിൽ കേൾക്കണം, രണ്ടും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ് ഇമ്പാക്റ്റ് വരില്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ടാവും, പല ഫിലോസഫി വായിക്കുന്നുണ്ടാവും, പല ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും മാർക്കൊക്കെ നമ്മൾ ചെയ്ത് വെക്കും. പക്ഷേ അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു അതോടുകൂടി. നേരെ മറിച്ച് കേൾക്കുമ്പോൾ, റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോൾ എന്താണ്, അത് നമ്മുടെ ഉള്ളിലേക്ക്. കാര്യം ഈ ശബ്ദം, ഈവൻ മെറ്റീരിയൽ വേൾഡ് ഉണ്ടാക്കിയിട്ടുള്ളത്, മെറ്റീരിയൽ വേൾഡിലെ പഞ്ചഭൂതങ്ങളിൽ അറിയാലോ, ഇതിൽ സ്കൈ എന്ന് പറയുന്നത് എന്താണ്? ഭൂമി, അപ്പോനലോ വായു, ഖം, അല്ലേ?
ഈ ഖം എന്ന് പറയുന്ന സ്കൈ എലമെൻറ്റ്, സ്പേസ് എലമെൻറ്റ്, സ്പേസ് എന്ന് പറയുന്നത്, ആ സ്പേസ് എലമെൻറ്റിൽ ഈ സൗണ്ട് വൈബ്രേഷനിലൂടെയാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെറ്റീരിയൽ ക്രിയേഷൻ തന്നെ തുടങ്ങുന്നത് അങ്ങനെയാണ്. സോ സൗണ്ട് വൈബ്രേഷൻ ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെയാണ് നാമത്തിനും ആ ശബ്ദത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് സൗണ്ടാണ്. ഈവൻ ഒരുപാട് സയൻറ്റിസ്റ്റുമാർ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഈവൻ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ആ സൗണ്ടിൻ്റെ പൊട്ടൻസി റിസർച്ചിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള റിസർച്ചൊക്കെ പേപ്പേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ദീപേഷ് പ്രഭു മേ ബി ഹി വിൽ ബി ഇൻട്രസ്റ്റഡ്. സോ ഒരുപാടുണ്ട് ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൽ റിസർച്ച് ചെയ്തിട്ടുള്ളവർ. സോ അതായത് ഈ ശബ്ദത്തിൻ്റെ പൊട്ടൻസി, നാമത്തിൻ്റെ പൊട്ടൻസി ഓക്കെ, അത് നമുക്കറിയാം ഭഗവാന്റെ നാമമാണ്. ഈവൻ നാമം എന്നുള്ള അത് നമ്മൾ ഭഗവാനും അതിലുണ്ട് എന്നുള്ളത് കൺസെപ്റ്റ് ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിലും ആ വാക്കുകൾക്ക് ആ സൗണ്ട് വൈബ്രേഷൻ ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് പൊട്ടൻസി. സോ ഈവൻ ഡിവോട്ടീസ് അല്ലാത്തവർക്കും അതുകൊണ്ട് പലവരും ഈ നാമം ജപിക്കുന്നവരുണ്ട്. ബിക്കോസ് അവർക്കറിയാം ദിസ് ഈസ് സംതിങ് പവർഫുൾ, സം പവർഫുൾ സൗണ്ട് വൈബ്രേഷൻ. അങ്ങനെയാണ് അവർ ധരിക്കുന്നത്. അവർക്ക് ഭഗവാനും കൃഷ്ണപ്രേമവും ഒന്നും ഉണ്ടാവില്ല, ബട്ട് പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് വൈബ്രേഷൻ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ആ സൗണ്ട് വൈബ്രേഷനിൽ ഒരുപാട് ശക്തിയാണ്. അതേപോലെയാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴും. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹിയറിംഗ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഇമ്പാക്റ്റ്. സോ നമ്മളെ ശരിക്കും ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കുന്നത് കീർത്തനം, നാമജപവും പ്ലസ് ഹിയറിംഗ്, ഇത് രണ്ടുമാണ് നമ്മളെ മുന്നോട്ട് പോകുന്നത്. പ്ലസ് ഓഫ് കോഴ്സ് റീഡിങ് ഈസ് പാർട്ട് ഓഫ് ഹിയറിംഗ്, ബൈ ദ വേ. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ റീഡിങ് ഈസ് നോട്ട് എക്സ്ക്ലൂഡിങ് ഹിയറിംഗ്. ഒരിക്കലും ഹിയറിംഗ് ചെയ്യില്ല, റീഡിങ് ചെയ്യുന്നതുകൊണ്ട് കേൾക്കണ്ട എന്ന് പറയണമെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. വി ഷുഡ് നോട്ട് സേ ലൈക്ക് ദാറ്റ്, ബിക്കോസ് രണ്ടും ആവശ്യമാണ്. റീഡിങ് പ്ലസ് ഹിയറിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ അതുകൊണ്ടാണ് ഇത് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും പ്രഭുപാദി പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ട്, ശൗനകാദ ഋഷികളും അന്ന് അവർക്ക് നേരെ വേദങ്ങളെടുത്ത് വായിച്ചാൽ പോരായിരുന്നു. വേദങ്ങളുണ്ട് അപ്പോഴും. വേദവ്യാസൻ എഴുതിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഭാഗവതം 5000 വർഷം മുമ്പല്ല, അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദേ വോണ്ട് ടു ഹിയർ. അല്ലേ, ശുദ്ധ ഭക്തിയിൽ നിന്ന് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു. സോ അതുകൊണ്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും ഒക്കെ. അതാണ് പോയിന്റ്. ഓക്കെ, സോ സമയം ഒരു ശ്ലോകം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയുള്ളൂ. വലിയ ശ്ലോകമായിരുന്നു, വലിയ ഭാവാർത്ഥമായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇന്ന്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം രാം. ग्रंथराज श्रीमद् भागवतम की जय, श्रीला प्रभुपाद की जय, श्रीला गुरुदेव की जय, शचि नंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. हरे कृष्ण.